ശ്രീമന്നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 2. ഓം നമോ ഭഗവതേ വാസുദേവായ. കാലകർമ്മഗുണച്ഛ ജീവനിവഹാ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയൂ. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. നോചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവാം. വിഭോ, സർവവ്യാപിയായവനെ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനെ. തഥാ കാല, അന്ന്, ആ പ്രളയകാലത്ത്. കാല കർമ്മ ഗുണ ച, അന്ന് ആ പ്രളയകാലത്ത് കാലവും കർമ്മവും. കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ സുകൃതം ദുഷ്കൃതം. അപ്പൊ സുകൃതമായിട്ടുള്ളതോ ദുഷ്കൃതമായിട്ടുള്ളതോ. പിന്നെ കർമ്മവും സത്വരജ തമസ്സുകൾ എന്ന ആ ഗുണങ്ങളും ഗുണാച ഗുണങ്ങളും 3 ഗുണങ്ങളും, സത്വഗുണം തമോ ഗുണം രജോ ഗുണം 3 ഗുണങ്ങളും. ജീവനിവഹ, ജീവികളുടെ സമൂഹവും, ജീവനുള്ള എല്ലാത്തിൻ്റെയും. കാര്യം വിശ്വം ച, മായാകാര്യമായ പ്രപഞ്ചവും. മായയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. ആ പ്രപഞ്ചവും. ചില്ലീലാരതിം, ചിത് ലീലയിൽ താൽപര്യത്തെ, ഏയുഷി പ്രാപിച്ചവനായ, ത്വയി അങ്ങയെ. കാലവും കർമ്മവും അതുപോലെ ജീവജാലങ്ങളും മായയാകുന്ന ഈ പ്രപഞ്ചവും അതുപോലെ ഗുണങ്ങളും 3 ഗുണങ്ങളും, ഇവയെല്ലാം ഭഗവാന്റെ ആ ശരീരത്തിലേക്ക്, രൂപത്തിലേക്ക് ലയിച്ചു പോയി. നിർലീനതാം ആയയു, നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. ഈ പ്രളയ സമയത്ത് സർവ്വതും ഭഗവാനിലേക്ക് ലയിച്ചു എന്നർത്ഥം. ഐഭോ, അല്ലേ, ശക്തിയാത്മന തിഷ്ഠതാം, ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന അവയ്ക്ക്. ഇവയെല്ലാം ഓരോരോ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നവയാണ്, ശക്തിയായിരുന്നു. അങ്ങനെയുള്ള അവയ്ക്ക്, കാലം മുതലായ എല്ലാത്തിനും. തേഷാം അസത്വം എന്ന, അസത്വം അതായത് തീരെ ഇല്ലായ്മ എന്ന് പറയുന്നില്ല. ഏവ വദന്തി, തേഷാം അസത്വം എന്ന ഏവ വദന്തി, ഇവയെല്ലാം, ഈ ശക്തികളായിട്ട് പ്രവർത്തിച്ചിരുന്ന ഇവയെല്ലാം തീരെ ഇല്ലായിരുന്നു എന്നിവിടെ പറയുന്നില്ല. ഇനി അല്ല എങ്കിൽ, അസത്വം ഉണ്ട് എങ്കിൽ, ഇവയെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ, ഗഗന പ്രസൂന സദൃശം, ആകാശകുസുമ തുല്യങ്ങളായ അവയ്ക്ക് പിന്നെ ഭൂയ സംഭവ, പിന്നെ ഉൽപ്പത്തി, കിം ഭവേത്, ഉണ്ടാകുമോ. ഇവയെല്ലാം ഇവിടെ പ്രവർത്തിച്ചിരുന്നവയാണ്. അതായത് ഇവയെല്ലാം ഉണ്ടായിരുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവയ്ക്ക് വീണ്ടും പ്രളയം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവയെല്ലാം വീണ്ടും ഉണ്ടാകുന്നത്. ഇല്ലാത്തതായിരുന്നെങ്കിൽ, ഇവയൊന്നും ഇല്ലാത്തതായിരുന്നെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പ്രപഞ്ചം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാത്തതായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീണ്ടും അത് ഉണ്ടാകുക? അതിന് വീണ്ടും ഒരു ഉൽപ്പത്തി എങ്ങനെയാണ് ഉണ്ടാകുക?
ഇവിടെ ആകാശ കുസുമ തുല്യങ്ങളായ അവയ്ക്ക് എങ്ങനെയാണ് പിന്നെ ഉൽപ്പത്തി ഉണ്ടാവുക? ഇവയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ആകാശ കുസുമത്തിന് തുല്യമായിരിക്കുമല്ലോ, പിന്നെ അതിന് ഉൽപ്പത്തി ഉണ്ടാവില്ല. ആകാശ കുസുമം എന്ന് പറയുന്ന അങ്ങനെ ഒരു കുസുമം അല്ലെങ്കിൽ ഒരു പൂവ് ഇല്ല, അതൊരു സങ്കല്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ടുണ്ടാകില്ല. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു പോയി പ്രളയകാലത്ത്. അതിനുശേഷം വീണ്ടും ഇവയെല്ലാം പഴയ പോലെ തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആകാശകുസുമത്തിന്റെ കാര്യം പറഞ്ഞത്. ആകാശകുസുമത്തിനെ പോലെ ആയിരുന്നു ഇവയിൽ. ആകാശകുസുമം എന്നൊന്നില്ല. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവ വീണ്ടും ഉണ്ടാകുന്നത്? അപ്പൊ പ്രളയ സമയത്ത് കാലവും കർമ്മവും ഗുണങ്ങളും ജീവജാലങ്ങളും മായാകാര്യമായിട്ടുള്ള ഈ പ്രപഞ്ചവും ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനിലേക്ക് നിശേഷം ലയിച്ചുപോയി. ശക്തി രൂപത്തിലാണ് ഇവയെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അവയ്ക്ക് അസത്വം, അതായത് ഇല്ലായ്മ ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഉണ്ടായിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇവയെല്ലാം ആകാശ കുസുമം പോലെ ആയിരുന്നെങ്കിൽ, അതായത് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഇതിനെല്ലാം വീണ്ടും ഒരു ഉൽപ്പത്തി ഉണ്ടാവുക? അതായത് ഉള്ളത് ഇല്ലാതാവുകയോ ഇല്ലാത്തത് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്ന ആ ശാസ്ത്ര സത്യമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി തരുന്നത്. ചിദ്ലീല എന്നിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സാക്ഷാത് ചിത്തത്തിൽ ലയിക്കുക എന്നുള്ള അർത്ഥമാണ്. ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ള ഒരർത്ഥമാണ് അതിന്, ആ വാക്കിന് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.